ഇൻഫിക്സ് ടു പോസ്റ്റ്ഫിക്സ് കൺവേർഷൻ. സാധാരണ നമ്മൾ എഴുതുന്ന എക്സ്പ്രഷനെ പോസ്റ്റ്ഫിക്സ് ലോട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് യൂസിങ് സ്റ്റാക്ക്. സ്റ്റാക്ക് ഉപയോഗിച്ച് എങ്ങനെയാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതിന് അൽഗോരിതം ഉണ്ട്. സ്റ്റാക്കിൽ എങ്ങനെയാണ് ഓരോ എടുക്കുന്നത് എന്നുള്ളതൊക്കെ അൽഗോരിതം ഉണ്ട്. അപ്പം നമ്മുടെ തന്നിരിക്കുന്ന ഇൻഫിക്സ് എക്സ്പ്രഷനിൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പിൽ പറയുന്നത്. ആദ്യം പുഷ് ലെഫ്റ്റ് പാരാന്തസിസ് ഇൻ ടു ദ സ്റ്റാക്ക്. സ്റ്റാക്കിലോട്ട് ലെഫ്റ്റ് പാരാന്തസിസ് പുഷ് ചെയ്യുക. പുഷ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇൻസേർട്ട് ചെയ്യുക, സ്റ്റാക്കിലോട്ട് ഇൻസേർട്ട് ചെയ്യുക. ദെൻ ആഡ് ദ റൈറ്റ് പാരാന്തസിസ് അറ്റ് ദ എൻഡ് ഓഫ് ക്യൂ. ക്യൂ എന്ന് പറയുന്നത് തന്നിരിക്കുന്ന ഇൻഫിക്സ് എക്സ്പ്രഷൻ ആണ് ക്യൂ. അതിന്റെ എൻഡിൽ ക്ലോസിംഗ് ബ്രാക്കറ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. രണ്ടാമത്തെ സ്റ്റെപ്പ്, സ്കാൻ ദ എക്സ്പ്രഷൻ ക്യൂ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് സ്കാൻ ചെയ്ത് പോവുക. ദെൻ സ്കാൻ ചെയ്യുമ്പോൾ ഓപ്പറേറ്റർ ഉണ്ടായിരിക്കും. അത് അനുസരിച്ച് താഴെ പറഞ്ഞിട്ടുണ്ട്. ഓപ്പറന്റ് വന്നാൽ എന്ത് ചെയ്യണം എന്നുള്ളതൊക്കെ താഴെ പറഞ്ഞിരിക്കുന്നു. ദെൻ ലെഫ്റ്റ് ടു റൈറ്റ് സ്കാൻ ചെയ്തതിന് ശേഷം താഴെ പറയുന്ന സ്റ്റെപ്സ് റിപ്പീറ്റ് ചെയ്യുക ഫോർ ഈച്ച് എലമെന്റ് അണ്ടിൽ ദ സ്റ്റാക്ക് ഈസ് എംറ്റി. സ്റ്റാക്ക് എംറ്റി ആവുന്നത് വരെ താഴെയുള്ള സ്റ്റെപ്സ് റിപ്പീറ്റ് ചെയ്യാം. നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ തേർഡ് സ്റ്റെപ്പ്, ഇഫ് എൻ ഓപ്പറന്റ് ഒക്കേഴ്സ് ആഡ് ടു ദ പി. ഒരു ഓപ്പറന്റ് ആണ്, അതായത് ഇൻറ്റിജേഴ്സ്, വേരിയബിൾസ് ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? പി എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ പോസ്റ്റ്ഫിക്സ് എക്സ്പ്രഷൻ, അതായത് നമ്മൾ ഇൻഫിക്സ് ടു പോസ്റ്റ്ഫിക്സ് ആണ് ചെയ്യുന്നത്. അപ്പൊ പി എന്ന് പറയുന്നത് നമ്മുടെ ലാസ്റ്റ് കിട്ടുന്ന പോസ്റ്റ്ഫിക്സ് എക്സ്പ്രഷൻ ആണ്. അപ്പൊ പിയിൽ ഓരോന്നായിട്ട് ആഡ് ചെയ്ത് പോവാം. ദെൻ ഇഫ് എ ലെഫ്റ്റ് പാരാന്തസിസ് ഒക്കേഴ്സ്, ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലെഫ്റ്റ് പാരാന്തസിസ് വരെയാണെങ്കിൽ പുഷ് ടു ദ സ്റ്റാക്ക്. സ്റ്റാക്കിലോട്ടാണ് ആഡ് ചെയ്യേണ്ടത്. ദെൻ ഇഫ് എൻ ഓപ്പറേറ്റർ ഒക്കേഴ്സ്, ഒരു ഓപ്പറേറ്റർ ആണ് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റാക്കിലോട്ട് ആഡ് ചെയ്യണം. പക്ഷെ അത് നോക്കണം, നേരത്തെ ഇരിക്കുന്ന ഓപ്പറേറ്റർ എൻ്റെ പ്രസിഡൻസും കൂടെ നോക്കണം. റിപ്പീറ്റഡ്ലി പോപ്പ് ദ ഓപ്പറേറ്റർ ഫ്രം ദ സ്റ്റാക്ക് ആൻഡ് ആഡ് ദം ടു ദ പി. കണ്ടീഷൻ എന്താണ്? വൈൽ ദ ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക് കണ്ടെയ്ൻസ് ആൻ ഓപ്പറേറ്റർ ഓഫ് ഈക്വൽ ഓർ ഹയർ പ്രസിഡൻസ് ദാൻ ദ കറണ്ട് സിമ്പിൾ. അപ്പൊ കറണ്ട് സിമ്പിൾ എൻകൗണ്ടർ ചെയ്യുമ്പോൾ നമ്മൾ ഓപ്പറേറ്റർ ആണെങ്കിൽ സ്റ്റാക്കിലോട്ടാണ് പുഷ് ചെയ്യേണ്ടത്. പക്ഷേ അതിൽ സ്റ്റാക്കിന്റെ ടോപ്പിൽ ഹയർ പ്രസിഡൻസ് ആണ് ഇരിക്കുന്നതെങ്കിൽ നമ്മൾ സ്റ്റാക്കിന്റെ ടോപ്പിൽ എപ്പോഴും ഹയർ പ്രസിഡൻസേ ഇരിക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ ഓപ്പറേറ്ററിനെ പോപ്പ് ചെയ്ത് പിയിലോട്ട് ആഡ് ചെയ്യുക. അതാണ് ഇവിടെ പറയുന്നത്. റിപ്പീറ്റഡ്ലി പോപ്പ് ദ ഓപ്പറേറ്റർ ഫ്രം ദ സ്റ്റാക്ക് ആൻഡ് ആഡ് ഇറ്റ് ടു ദ പിയിലോട്ട് ആഡ് ചെയ്യുക. ദെൻ പുഷ് ദ കറണ്ട് ഓപ്പറേറ്റർ ഇൻ ടു ദ സ്റ്റാക്ക്. കറണ്ട് ഓപ്പറേറ്റർ, അതായത് ഇപ്പം വന്നിരിക്കുന്ന ഏത് ഓപ്പറേറ്റർ ആണ് നമ്മൾ സ്കാൻ ചെയ്ത് എത്തിയത്, ആ ഓപ്പറേറ്ററിനെ സ്റ്റാക്കിലോട്ട് പുഷ് ചെയ്യും. ദെൻ ഇഫ് എ റൈറ്റ് പാരാന്തസിസ് ഒക്കർ, അതായത് ഒരു റൈറ്റ് പാരാന്തസിസ് വരികയാണെങ്കിൽ അവിടെ ക്ലോസ് ആയി എന്നാണ് മീനിങ്. അപ്പം അവിടെ ചെയ്യേണ്ടത് റിപ്പീറ്റഡ്ലി പോപ്പ് ഫ്രം സ്റ്റാക്ക്. സ്റ്റാക്കിൽ നിന്ന് പോപ്പ് ചെയ്യണം. ആൻഡ് ആഡ് ടു പി. പിയിലോട്ട് ആഡ് ചെയ്യുക. പോസ്റ്റ്ഫിക്സ് എക്സ്പ്രഷനിലോട്ട് ആഡ് ചെയ്യുക. ഈച്ച് ഓപ്പറേറ്റർ, ഓരോ ഓപ്പറേറ്ററും പോപ്പ് ചെയ്ത് അതിലോട്ട് ആഡ് ചെയ്യുക. അണ്ടിൽ ദ ലെഫ്റ്റ് പാരാന്തസിസ് ഒക്കെ, ലെഫ്റ്റ് പാരാന്തസിസ് വരുന്നത് വരെ ഇത് പോപ്പ് ചെയ്ത് പിയിലോട്ട് ആഡ് ചെയ്യുക. ദെൻ റിമൂവ് ദ ലെഫ്റ്റ് പാരാന്തസിസ് ഫ്രം ദ സ്റ്റാക്ക്. സ്റ്റാക്കിൽ ഇപ്പൊ ഓപ്പറേറ്റർ ആണ് എല്ലാം പോപ്പ് ചെയ്ത് നമ്മൾ പിയിലോട്ട് ആഡ് ചെയ്തത്. ആ ലെഫ്റ്റ് പാരാന്തസിസ് അവിടെ സ്റ്റാക്കിൽ തന്നെ കിടക്കും. അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് റിമൂവ് ദ ലെഫ്റ്റ് പാരാന്തസിസ് ഫ്രം ദ സ്റ്റാക്ക്. സ്റ്റാക്കിൽ നിന്ന് ലെഫ്റ്റ് പാരാന്തസിസ് റിമൂവ് ചെയ്യുക. ദെൻ എക്സിറ്റ് ചെയ്യുക. ഇതെന്ന് പറയുന്നത് ഒരു എക്സാമ്പിൾ ആണ്. ഇൻഫിക്സ് ടു പോസ്റ്റ്ഫിക്സ് കൺവേർഷൻ യൂസിങ് സ്റ്റാക്ക്. ഇതെന്ന് പറയുന്നത്, അതായത് ക്യൂ എന്ന് പറയുന്നത് നമ്മൾ തന്നിട്ടുള്ള ഇൻഫിക്സ് എക്സ്പ്രഷൻ ആണ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഫസ്റ്റ് സ്റ്റെപ്പ് വി ഹാവ് ടു ആഡ് ദ റൈറ്റ് പാരാന്തസിസ് അറ്റ് ദ എൻഡ് ഓഫ് ദ എക്സ്പ്രഷൻ. എക്സ്പ്രഷന്റെ എൻഡിൽ റൈറ്റ് പാരാന്തസിസ് ആഡ് ചെയ്യണം. ലെഫ്റ്റ് പാരാന്തസിസ് സ്റ്റാക്കിലാണ് ആഡ് ചെയ്യേണ്ടത്.
ഇതില് നമ്മൾ ലെഫ്റ്റ് പാരാന്തസിസ് സ്റ്റാക്കിലോട്ട് ആഡ് ചെയ്തു. ദെൻ നെക്സ്റ്റ്, അതായത് ഓരോ സിമ്പൽ, ഓരോ ലെഫ്റ്റ് ടു റൈറ്റ് ഓരോ സിമ്പൽ എടുക്കുക. ഫസ്റ്റ് എ ആണ് വന്നത്. എ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ഓപ്പറൻ. അപ്പൊ നമ്മൾ പിയിലോട്ട് എഴുതി. പി എന്ന് പറയുന്നത് പോസ്റ്റ്ഫിക്സ് എക്സ്പ്രഷൻ ആണ്. ലാസ്റ്റ് എല്ലാം കഴിഞ്ഞ് ഫുൾ പോസ്റ്റ്ഫിക്സ് എക്സ്പ്രഷൻ കിട്ടും. നെക്സ്റ്റ് പ്ലസ് വന്നു. പ്ലസ് വന്നു കഴിഞ്ഞാൽ ഓപ്പറേറ്റർ ആണ്, സ്റ്റാക്കിലോട്ടാണ് ആഡ് ചെയ്യേണ്ടത്. ദെൻ ബ്രാക്കറ്റ്, ലെഫ്റ്റ് പാരാന്തസിസ് വന്നു കഴിഞ്ഞാൽ സ്റ്റാക്കിലോട്ട് ആഡ് ചെയ്യണമെന്ന് അൽഗോരിതം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സ്റ്റാക്കിലോട്ട് ആഡ് ചെയ്തു. ദെൻ ബി വന്നു. ബി ആണെങ്കിൽ, അതായത് ഓപ്പറന്റ് ആണ്. ഓപ്പറന്റ് ആണെങ്കിൽ നമ്മൾ പോസ്റ്റ്ഫിക്സിലോട്ടാണ് എഴുതേണ്ടത്, അതായത് ഈ ഒരു തേർഡ് കോളത്തിലോട്ടാണ് എഴുതേണ്ടത്. ദെൻ സ്റ്റാർ വന്നു. സ്റ്റാർ സ്റ്റാക്കിലോട്ട് എഴുതി, ആഡ് ചെയ്തു. ദെൻ സി വന്ന്, സി നമ്മൾ പിയിലോട്ട് എഴുതി. ദെൻ മൈനസ് വന്നു. മൈനസ് വന്നപ്പോൾ സ്റ്റാക്കിൽ നോക്കുമ്പോൾ വീണ്ടും ഓപ്പറേറ്റർ ആണ്, സ്റ്റാക്കിലോട്ടാണ് പുഷ് ചെയ്യേണ്ടത്. ഇവിടെ പുഷ് ചെയ്യുമ്പോൾ നോക്കണം, അതായത് സ്റ്റാക്ക് ടോപ്പിൽ സ്റ്റാർ ആണ് ഇരിക്കുന്നത്, വന്ന സിമ്പല് മൈനസ് ആണ്. മൈനസ് എന്ന് പറയുന്നത് ലെസ് പ്രസിഡൻസ് ദാൻ സ്റ്റാർ ആണ്. സ്റ്റാർ ഈസ് ഹാവിംഗ് ദ ഹയർ പ്രസിഡൻസ്. അപ്പൊ നമുക്ക് ഈ ഒരു മൈനസ് സ്റ്റാക്കിലോട്ട് ഇൻസേർട്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം സ്റ്റാക്കിന്റെ ടോപ്പിൽ എപ്പോഴും ഹയർ പ്രസിഡൻസേ ഇരിക്കാൻ പാടുള്ളൂ. അപ്പൊ അതുകൊണ്ട് ദെൻ നമ്മൾ ചെയ്യുന്നത്, ഈ സ്റ്റാറിനെ നമ്മൾ പിയിലോട്ട് പോപ്പ് ചെയ്യും. ഈ സ്റ്റാർ ലാസ്റ്റ് ഈ ഒരു ഓപ്പറേറ്ററിനെ പിയിലോട്ട് പോപ്പ് ചെയ്ത് ആഡ് ചെയ്യും. ദെൻ ഈ മൈനസ് ആണല്ലോ ഇപ്പൊ എൻകൗണ്ടർ ചെയ്തത്, ആ മൈനസ് സ്റ്റാക്കിലോട്ട് ആഡ് ചെയ്യും. ഇപ്പൊ സ്റ്റാക്ക് ടോപ്പില് മൈനസ് ആണ് ഇരിക്കുന്നത്, മൈനസിന് ഹയർ പ്രസിഡൻസ് തന്നെയാണ്. ദെൻ നെക്സ്റ്റ് ലെഫ്റ്റ് പാരാന്തസിസ് വന്നു. ലെഫ്റ്റ് പാരാന്തസിസ് വന്നാൽ സ്റ്റാക്കിലോട്ട് ആഡ് ചെയ്യണം. ഡി വന്നു. ഡി പിയിലോട്ട് എഴുതി, പോസ്റ്റ്ഫിക്സ് എക്സ്പ്രഷനിലോട്ട് എഴുതി. ദെൻ ഡിവിഷൻ വന്നു. ദെൻ ഡിവിഷൻ നമ്മൾ എഴുതി. ദെൻ ഇ വന്നു. ഇ നമ്മൾ പിയിലോട്ട് എഴുതി. ദെൻ ഇത് പവർ ക്യാരക്ടർ, പവർ സിമ്പൽ ആണ്, എക്സ്പോണൻഷ്യൽ എക്സ്പോണന്റ് 2⁻3 അങ്ങനെ പവർ എഴുതുന്ന സിമ്പലാണ്. അപ്പൊ ഇത് ഓപ്പറേറ്റർ ആണ്. ഈ ഒരു ഓപ്പറേറ്റർ എൻകൗണ്ടർ ചെയ്താൽ നമ്മൾ എവിടെയാണ് എഴുതേണ്ടത്? സ്റ്റാക്കിലോട്ടാണ് ഇത് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു പവർ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ഹാവിങ് ഹയർ പ്രസിഡൻസ് ദാൻ ദ ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ. അപ്പൊ അതുകൊണ്ട് ഇത് ഹയർ പ്രസിഡൻസ് ആയതുകൊണ്ട് ഇവിടെ പോപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. സ്റ്റാക്കിന്റെ ടോപ്പിൽ ഹയർ പ്രസിഡൻസ് ആയിട്ടുള്ള പവർ ഓപ്പറേറ്റർ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ സ്റ്റാക്കിലോട്ട് അത് പുഷ് ചെയ്തു, അതായത് ആഡ് ചെയ്തു. ദെൻ എഫ് വന്നു. എഫ് നമ്മൾ പിയിലോട്ട് എഴുതി. ദെൻ ബ്രാക്കറ്റ് വന്നു. ക്ലോസിംഗ് ബ്രാക്കറ്റ് ആണ് വന്നത്. അൽഗോരിതം അനുസരിച്ച് ക്ലോസിംഗ് ബ്രാക്കറ്റ് വന്നു കഴിഞ്ഞാൽ സ്റ്റാക്കില് ലെഫ്റ്റ് പാരാന്തസിസ് വരെ ഓരോന്നും ഓരോ ലാസ്റ്റ് എലമെന്റ് പോപ്പ് ചെയ്ത് എന്ത് ചെയ്യണം? പിയിലോട്ട് ആഡ് ചെയ്യണം. അപ്പൊ ഇവിടെ ഉള്ളത് പവറും ഡിവിഷനും ആണ്. ഇവിടെ പവർ സിമ്പലും ഡിവിഷനും പോപ്പ് ചെയ്തു പിയിലോട്ട് ആഡ് ചെയ്തു. ദെൻ ഇവിടെ ഒരു ലെഫ്റ്റ് പാരാന്തസിസ് ഉണ്ട്. ലെഫ്റ്റ് പാരാന്തസിസ് റിമൂവ് ചെയ്യണം. അപ്പൊ സ്റ്റാക്ക് നൗ കണ്ടെയ്ൻസ് എന്താണ്? ലെഫ്റ്റ് പാരാന്തസിസ് പ്ലസ്, ദെൻ വീണ്ടും ലെഫ്റ്റ് പാരാന്തസിസ് മൈനസ് വരെ സ്റ്റാക്കിൽ ഇപ്പോൾ ഉണ്ട്. ദെൻ നെക്സ്റ്റ് സ്റ്റാർ വന്നു. സ്റ്റാർ എന്ന് പറയുന്നത് ഓപ്പറേറ്റർ ആണ്. അപ്പൊ നമ്മൾ സ്റ്റാക്കിലോട്ടാണ് ആഡ് ചെയ്യുന്നത്. സ്റ്റാർ വന്നപ്പോൾ എന്താണ്? സ്റ്റാക്കില് നേരത്തെ ഉള്ളത് മൈനസ് ആണ്. മൈനസിനേക്കാളും ഹയർ പ്രസിഡൻസ് ഉള്ളതാണ് വന്നത്. അപ്പം സ്റ്റാക്കിൽ നമുക്ക് അത് പുഷ് ചെയ്യാം, വേറെ പ്രശ്നമില്ല. ഹയർ പ്രസിഡൻസ് മാത്രമേ സ്റ്റാക്കിന്റെ ടോപ്പിലോട്ട് നമുക്ക് സ്റ്റാക്കിന്റെ ടോപ്പിൽ വരാവൂ. സോ നോ പ്രോബ്ലം, അതായത് നമ്മൾ സ്റ്റാക്കിലോട്ട് ആഡ് ചെയ്തു. ദെൻ ജി വന്നു. ജി എന്ത് ചെയ്തു? നമ്മൾ പിയിലോട്ട് എഴുതി. ദെൻ ക്ലോസിംഗ് ബ്രാക്കറ്റ് വന്നു. ക്ലോസിംഗ് ബ്രാക്കറ്റ് വന്നു കഴിഞ്ഞാൽ ലെഫ്റ്റ് പാരാന്തസിസ് വരെ ഉള്ളത് പോപ്പ് ചെയ്ത് പിയിലോട്ട് ആഡ് ചെയ്യണം. ദെൻ ലെഫ്റ്റ് പാരാന്തസിസ് റിമൂവ് ചെയ്യണം. അതാണ് പ്രൊസീജിയർ. ദെൻ അപ്പൊ സ്റ്റാറും മൈനസ് 1 by 1 ആണ് പോപ്പ് ചെയ്യുന്നത്. ആദ്യം സ്റ്റാർ നമ്മൾ പോപ്പ് ചെയ്തു ആഡ് ചെയ്തു. ദെൻ മൈനസ് നമ്മൾ പോപ്പ് ചെയ്ത് ആഡ് ചെയ്തു. ദെൻ
നമ്മൾ ലെഫ്റ്റ് പാരാന്തസിസ് റിമൂവ് ചെയ്തു. ഇനി സ്റ്റാക്കിലുള്ളത് ലെഫ്റ്റ് പാരാന്തസിസും പ്ലസും ആണ്. അടുത്ത എൻകൗണ്ടർ ചെയ്ത സിമ്പൽ സ്റ്റാർ ആണ്. സ്റ്റാർ ഈസ് ഹാവിങ് ഹയർ പ്രസിഡൻസ് ദാൻ പ്ലസ്, സോ സ്റ്റാക്കിൽ ആഡ് ചെയ്തു. ദെൻ ഹെച്ച് വന്നു. ഹെച്ച് എന്ന് പറയുന്നത് ഓപ്പറന്റ് ആണ്. പിയിലോട്ട്, അതായത് പോസ്റ്റ്ഫിക്സിലോട്ട് എഴുതി. ദെൻ നെക്സ്റ്റ് കംസ് ദ ബ്രാക്കറ്റ്. ലാസ്റ്റ് ബ്രാക്കറ്റ് വന്നു, ക്ലോസിംഗ് ബ്രാക്കറ്റ് വന്നു. ക്ലോസിംഗ് ബ്രാക്കറ്റ് എൻകൗണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റ് പാരാന്തസിസ് വരെ ഉള്ളത് പോപ്പ് ചെയ്ത് പിയിലോട്ട് ആഡ് ചെയ്യണം. അപ്പൊ നമ്മള് സ്റ്റാർ പോപ്പ് ചെയ്തു, ഇവിടെ എഴുതി. പ്ലസ് പോപ്പ് ചെയ്തു, എന്താണ് പോസ്റ്റ്ഫിക്സ് എക്സ്പ്രഷനിലോട്ട് ആഡ് ചെയ്തു. അപ്പൊ ലാസ്റ്റ് കിട്ടുന്നത് സ്റ്റാക്ക് എംപ്റ്റി ആവുന്നത് വരെ സ്റ്റെപ്പ് റിപ്പീറ്റ് എല്ലാം ചെയ്തു. ലാസ്റ്റ് കിട്ടിയ പോസ്റ്റ്ഫിക്സ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ ഇങ്ങനെയാണ് ഒരു ഇൻഫിക്സ് എക്സ്പ്രഷനെ സ്റ്റാക്ക് ഉപയോഗിച്ച് പോസ്റ്റ്ഫിക്സ് എക്സ്പ്രഷനിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്.